ഇരവിപുരം, കുണ്ടറ, ഓച്ചിറ സ്റ്റേഷൻ പരിധികളിലായാണ് ഇന്നലെ രാത്രി 3 കൊലപാതകങ്ങൾ നടന്നത്. അയത്തിൽ സ്വദേശി മോഹനെ പുളിയത്തുമുക്കിനടുത്ത് വെച്ച് തല്ലിക്കൊന്നതാണ് ഇരവിപുരത്ത് റിപ്പോർട്ട് ചെയ്ത കേസ്. കുണ്ടറയിൽ മദ്യപസംഘം ചീരങ്കാവ് സ്വദേശി സജീവനെ തല്ലിക്കൊന്നു. ഓച്ചിറ ചങ്ങൻകുളങ്ങരയിൽ ചന്ദ്രിക എന്ന സ്ത്രീയും ഇന്നലെ രാത്രി മർദ്ദനമേറ്റു മരിച്ചു. 3 കേസുകളിലും പ്രതിയെന്ന് സംശയിക്കുന്നവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 14 ദിവസത്തിനിടെ 36 കേസുകളാണ് കൊല്ലം സിറ്റിയിലും റൂറലിലുമായി റിപ്പോർട്ട് ചെയ്തത്. ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതാണ് 8 കേസുകൾ. കരവാളൂരിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയായ 13 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഈ കേസിൽ 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കൊല്ലത്ത് ബാലതാരത്തെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികൾ സംസ്ഥാനം വിടുകയും ചെയ്തു. കൊല്ലം റൂറൽ മേഖലയിലാണ് ഏറ്റവും അധികം പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല കേസുകളിലും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ജില്ലയിലെ പോലീസ് സംവിധാനത്തിൽ വലിയ അഴിച്ചുപണികൾ വേണ്ടി വന്നേക്കും. ക്യാമറ പേഴ്സൺ മനോജ് ബിയലിനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം.